നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. കോടാലി കൊരേച്ചാൽ ശ്രീദുർഗ കിരാതപാർവതി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവത്തിന്റെ ബ്രോഷർ പ്രകാശനം ചെയ്തു. ക്ഷേത്രം തന്ത്രി അഴകത്ത് മനയ്ക്കൽ വിഷ്ണു നമ്പൂതിരി ഭഗ്നി മണ്ഡൽ കമ്മിറ്റിയുടെ മുതിർന്ന പ്രവർത്തക മണി രാമൻകുട്ടിക്ക് നൽകി പ്രകാശനം ചെയ്തു. തന്ത്രി അഴകത്ത് മനയ്ക്കൽ വിഷ്ണു നമ്പൂതിരി, ആചാര്യൻ പുരാണശ്രീ കൊളത്തൂർ പുരുഷോത്തമൻ, മേൽശാന്തി വെങ്ങഴിശ്ശേരി പുരുഷോത്തമൻ നമ്പൂതിരി, പ്രസിഡന്റ് കൊച്ചുണ്ണിക്കർത്ത, സെക്രട്ടറി സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, ട്രഷറർ മനോജ് വെട്ടിയാട്ടിൽ, ഭഗ്നി മണ്ഡൽ പ്രസിഡന്റ് സർസ സുരേഷ് എന്നിവർ പ്രസംഗിച്ചു. ജോയിന്റ് സെക്രട്ടറി ബാബു കൗങ്ങാമ്പിള്ളി, വൈസ് പ്രസിഡന്റ് സുധീഷ് വെട്ടിയാട്ടിൽ, ഭഗിനി മണ്ഡൽ ട്രഷറർ വത്സ തച്ചപ്പിള്ളി, കമ്മിറ്റി അംഗം രാമൻ തയ്യിൽ, രാജൻ കൗങ്ങുംപിള്ളി, സോമൻ വട്ടോളി, ശോഭന കൃഷ്ണൻകുട്ടി, ദേവകി സിദ്ധാർത്ഥൻ, സുശീല പ്രേംലാൽ, ഭഗ്നി മണ്ഡൽ പ്രവർത്തക സതീദേവി സത്യൻ, രേഖ പ്രണേഷ് എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് ഒരു പ്രതിഫലം ആഗ്രഹിക്കാതെ എന്ത് കാര്യത്തിന് വിളിച്ചാലും വരിക, അതെല്ലാവരും വരും. എന്നാൽ തന്നെ പ്രായം കൂടുതലുള്ള ഒരു വ്യക്തിയിലേക്ക് നമുക്ക് മനുഷ്യത്തെ ആദരിക്കാനായിട്ട് എല്ലാവരുടെ പങ്കാളിത്തം ഉണ്ടാകും. നമുക്ക് കാർത്തിക ഓരോ കൊല്ലം എങ്ങനെ കൂടുതൽ ഭംഗിയാക്കാം എന്ന് വിചാരിച്ച് നമ്മൾ ഇന്ന് പ്രവർത്തിച്ചതിനേക്കാളും കൂടുതൽ നാളെ പ്രവർത്തിച്ച് അതെല്ലാവരുടെ പങ്കാളിത്തം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ. ഭക്തജനങ്ങളെ, ഇവിടെ ഒരു ചടങ്ങിലും കൂടെ ഒന്ന് അറിയാണ്ട് പങ്കെടുക്കാനായിട്ട് പറ്റി. നാരായണീയ ക്ലാസ്സിലാണ് വന്നതെന്നുണ്ടെങ്കിലും അമ്മയുടെ തിരുവുത്സവത്തിന് അത് സാക്ഷ്യം വഹിക്കാനായിട്ട് സാധിച്ചു. അതെല്ലാവരും വളരെ ഒത്തൊരുമയോടുകൂടി ആചാരങ്ങളൊക്കെ അനുഷ്ഠിച്ചുകൊണ്ട് ഒത്തൊരുമയോടുകൂടി. വടക്കാഞ്ചേരി ഊട്ടുപാറയിൽ എക്സൈസിന്റെ ലഹരിവേട്ട. വിപണിയിൽ 5 ലക്ഷം രൂപയോളം വില വരുന്ന 20 ഗ്രാം ബ്രൗൺ ഷുഗറുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. അസം സ്വദേശിയായ 29 വയസ്സുള്ള നസീറുൽ ഹുസൈനാണ് വടക്കാഞ്ചേരി എക്സൈസിന്റെ പിടിയിലായത്. രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം വൈകിട്ട് ഊട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചാണ് പ്രതിയെ പിടികൂടിയത്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ തന എന്നറിയപ്പെടുന്ന ബ്രൗൺ ഷുഗറാണ് പിടികൂടിയത്. ചെറിയ പ്ലാസ്റ്റിക് ഡപ്പികളിലാക്കി ഒരു ഡപ്പിക്ക് 500 രൂപ മുതലാണ് ഇത് വിറ്റഴിക്കുന്നത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കല്ലൂർ വെർണാക്കുലർ LP സ്കൂളിന്റെ ചുവരുകളിൽ വർണ്ണചിത്രങ്ങൾ നിറഞ്ഞു. 100 വർഷം പിന്നിടുന്ന സ്കൂളിന് ഇനി പുതിയ മുഖം. കുട്ടികൾക്ക് പ്രിയപ്പെട്ട കിളികളുടെയും മൃഗങ്ങളുടെയും പൂമ്പാറ്റകളുടെയും കാർട്ടൂൺ കഥാപാത്രങ്ങളുടെയും ചിത്രങ്ങൾ വിദ്യാലയ ചുമരുകളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ചോക്കോ കരിക്കട്ടയോ കിട്ടിയാൽ കുട്ടികൾ വിദ്യാലയ ചുവരുകളിൽ സ്വന്തം പേരോ കൂട്ടുകാരൻ്റെ ഇരട്ടപ്പേരോ കോറിയിടുന്ന കാലം കഴിഞ്ഞു. ഒരു നാടിന് മുഴുവൻ ആദ്യാക്ഷരത്തിൻ്റെ അമൃത് പകർന്ന കല്ലൂർ VLP സ്കൂളിൻ്റെ ചുവരുകളിൽ PTA അധ്യാപകരുടെയും ഇൻഫോർമൽ കളക്റ്റീവ് ഗ്രൂപ്പിൻ്റെയും നേതൃത്വത്തിൽ സ്കൂളിന് 100ാം പിറന്നാൾ സമ്മാനമായി ഒരുക്കിയ വർണ്ണചിത്രങ്ങളാണ് ശ്രദ്ധേയമാകുന്നത്. 175ഓളം കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തിൽ പഠനാന്തരീക്ഷം വിദ്യാർത്ഥി സൗഹൃദമാക്കുകയാണ് ചിത്രരചനയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനാധ്യാപിക ഷാൻറ്റി സെബാസ്റ്റ്യൻ പറഞ്ഞു. കുട്ടികൾക്ക് സന്തോഷകരമായ ഒരു അന്തരീക്ഷത്തിൽ കൂടി പഠനം അനുഭവവേദ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചുമർ ചിത്രങ്ങളെല്ലാം വരച്ചത്. ഇതിൽ PTA പ്രസിഡന്റും പൂർവ്വ വിദ്യാർത്ഥികളും മറ്റ് PTA പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ്, വിവേക് കെയുടെ നേതൃത്വത്തിലാണ് ഈ ചിത്രം വര ഇവിടെ സാധ്യമാക്കിയത്. ഇതിനു വേണ്ടി വളരെയധികം പ്രയത്നിച്ച പൂർവ്വ വിദ്യാർത്ഥികളും ഉണ്ട്. ശശി ഞാറ്റുവെട്ടി, ആകാശ് KR എന്നിവർ ഇതിനു മുമ്പും കമ്പ്യൂട്ടർ റൂമും മറ്റു കാര്യങ്ങളും ഭംഗിയാക്കുന്നതിന് ചിത്രങ്ങൾ വരച്ച് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ശിശുദിനത്തിന്റെ ഭാഗമായി ചിത്രകാരനും പൂർവ്വ വിദ്യാർത്ഥിയുമായ ശശി ഞാറ്റുവെട്ടി, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകൻ സോമൻ കാര്യാട്ട്, ചിത്രകാരനും അധ്യാപകനുമായ പ്രണവ് K, ഇൻഫോർമൽ കളക്റ്റീവ് ഗ്രൂപ്പ് പ്രതിനിധി ഹർഷ എന്നിവരുടെ നേതൃത്വത്തിലാണ്
ചിത്രരചന നടത്തിയത്. അഞ്ജലി, മൃദുല, ദേവി, അനു ടീച്ചർ, ആനന്ദ്, കരൺദേവ്, വൈശാഖ്, ലയ, മേഘ, ആദി ശ്രീരാഗ്, വിമൽ, സാന്ദ്ര, ഇഷാന, അഭിജിത്ത് എന്നിവർ സേവന മനോഭാവത്തോടെ ചിത്രരചനയിൽ പങ്കാളികളായി. തങ്ങളുടെ ഇഷ്ട കഥാപാത്രങ്ങളും ചിത്രങ്ങളും വിദ്യാലയ ചുവരുകളിൽ നിറഞ്ഞതോടെ കുട്ടിക്കൂട്ടവും സന്തോഷത്തിലാണ്. പഠനാന്തരീക്ഷം വിദ്യാർത്ഥി സൗഹൃദമായാൽ പഠനം കൂടുതൽ ലളിതവും സുന്ദരവുമാകും. കുട്ടികൾക്ക് ഏറെ പ്രിയപ്പെട്ട കാർട്ടൂൺ ചിത്രങ്ങളും പക്ഷികളും മൃഗങ്ങളുമൊക്കെയായി നിരവധി വർണ്ണചിത്രങ്ങളാണ് കല്ലൂർ VLP സ്കൂളിന്റെ ചുമരുകളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. 100 വർഷം പിന്നിടുന്ന സ്കൂളിന് PTA-യും പൂർവ്വ വിദ്യാർത്ഥികളും സേവനസന്നദ്ധരായ ഒരു കൂട്ടം പേരും ചേർന്ന് സമ്മാനിക്കുന്നതാണ് ഈ വർണ്ണചിത്രങ്ങൾ. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 12,270 രൂപയും പവന് 98,160 രൂപയും രേഖപ്പെടുത്തി. കല്ലൂർ വട്ടക്കാവുങ്കൽ സിബി മകൻ സോജൻ അന്തരിച്ചു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4-ന് ഭരത ഹോളി ട്രിനിറ്റി പള്ളിയിൽ. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.